നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാനൂരിലെ വിവാദ സ്മാരകം ഉദ്ഘാടനം കഴിഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി ചടങ്ങിനെത്തിയില്ല. ഉദ്ഘാടനം നിർവഹിച്ച് MV ജയരാജൻ. ദിനാചരണത്തോടനുബന്ധിച്ച് ബഹുജന റാലിയടക്കം വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ച് CPM. മ്യൂറൽ ആൻഡ് ക്രിയേറ്റീവ് പെയിന്റിംഗ് എക്സിബിഷനുമായി ചാതുര്യം ഒരുക്കുന്നത് 10ഓളം കലാകാരന്മാരുടെ ക്രിയേറ്റീവ് വർക്കുകൾ. പ്രദർശനം മെയ് 24, 25, 26 തീയതികളിൽ മഹാത്മാ മന്ദിരത്തിൽ. ചാതുര്യത്തിൽ തെളിയുക പുരാണ ഇതിഹാസങ്ങളിലെ ശ്രദ്ധേയമായ മുഹൂർത്തങ്ങൾ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. തീർത്ഥാടകർക്കായി അന്നദാനം ഒരുക്കി സേവാഭാരതി. ഇന്നു മുതൽ ജൂൺ 13 വരെ തൊക്കിലങ്ങാടിയിൽ സേവാഭാരതി അന്നം വിളമ്പും. രാത്രിയിലെത്തുന്ന തീർത്ഥാടകർക്ക് ഇത് ഉപകാരപ്രദം. വാർത്തകൾ വിശദമായി. കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്കായി CPM പണിത രക്തസാക്ഷി സ്മാരകം ഉദ്ഘാടനം ചെയ്തു. CPM സംസ്ഥാന സെക്രട്ടറി ചടങ്ങിനെത്തിയില്ല. പകരം ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് ഉദ്ഘാടനം ചെയ്തത്. പാനൂർ തെക്കുമുറിയിലാണ് CPM സ്മാരകം നിർമ്മിച്ചത്. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷൈജു, സുബീഷ് എന്നിവരുടെ പേരിലാണ് സ്മാരകം. പാനൂർ ചേറ്റക്കണ്ടിയിലെ കുന്നിൻമുകളിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ 2015 ജൂൺ 6 സ്ഫോടനത്തിൽ CPM പ്രവർത്തകരായ ഷൈജു, സുബീഷ് എന്നിവർ കൊല്ലപ്പെട്ടത്. സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്നുമാണ് അന്ന് CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. എന്നാൽ സംസ്ഥാന സെക്രട്ടറി തള്ളിപ്പറഞ്ഞപ്പോഴും അന്ന് ഷൈജുവിന്റെയും സുബീഷിന്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏറ്റുവാങ്ങിയത് അന്നത്തെ CPM ജില്ലാ സെക്രട്ടറി P ജയരാജനായിരുന്നു. 2016 ഫെബ്രുവരിയിൽ CPM നേതൃത്വത്തിൽ ഇരുവർക്കും സ്മാരകം നിർമ്മിക്കാൻ ധനസമാഹരണം നടത്തി. ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച സുബീഷിനെയും ഷൈജുവിനെയും രക്തസാക്ഷികളായി പ്രഖ്യാപിച്ച് 2016 ജൂൺ 6 മുതൽ സുബീഷ്, ഷൈജു രക്തസാക്ഷിത്വ ദിനാചരണത്തിനും തുടക്കമിട്ടു. RSS ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവർ എന്നാണ് രക്തസാക്ഷി ദിനാചരണത്തെക്കുറിച്ചുള്ള CPM വിശദീകരണം. കണ്ണൂർ പാനൂർ തെക്കുമുറിയിലാണ് ഷൈജു, സുബീഷ് എന്നിവർക്കായി സ്മാരകം നിർമ്മിച്ചത്. എന്ന് ഞങ്ങൾക്കെതിരെ പേനയുണ്ടുകയും ചാനലുകളിൽ വാർത്ത കൊടുക്കുകയും ചെയ്യുന്നവർ ഓർക്കണം. ഈ നാടാകെ സ്നേഹിക്കുന്നവരാണ് ഷൈജുവും സുബീഷും. അതാണ് യാഥാർത്ഥ്യം. ചീരു സംഭാവന നൽകിയ സ്ഥലത്ത് തൊട്ടടുത്ത വർഷം സ്മാരക സ്തൂപം അവിടെ പണിയുകയുണ്ടായി. ആ വർഷം തന്നെയാണ് മാർച്ച് മാസം 15 തീയതി ഞാൻ ആ സ്മാരക മന്ദിരത്തിന് ശിലാസ്ഥാപനം നൽകിയിരുന്നു. കഴിഞ്ഞ 9 വർഷമായി രക്തസാക്ഷി ദിനാചരണ പരിപാടി സംഘടിപ്പിക്കുന്ന ഷൈജു, സുബീഷ് ദിനാചരണം നടത്തുന്നത് ചരുമംഗലത്ത് ചീരുവിനെ പോലുള്ള ഈ നാടിനെ സ്നേഹിക്കുന്ന പാർട്ടി ബന്ധുമിത്രാദികൾ മനസ്സിലേറ്റുവാങ്ങിയ 2 പ്രവർത്തകന്മാരുടെ അനുസ്മരണ പരിപാടിയാണ് എന്ന് തിരിച്ചറിയാൻ ഈ നാടിന് കഴിയുന്നു. എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്കും വലതുപക്ഷ രാഷ്ട്രീയത്തിനും അത് കാണാൻ കഴിയുന്നില്ല. രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് ബഹുജന റാലിയടക്കം വിപുലമായ പരിപാടികളും CPM സംഘടിപ്പിച്ചു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പാനൂർ മുളിയാത്തോട് മാവുള്ളച്ചാലിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ ഷെറിൻ എന്ന CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു. അതിലും പാർട്ടിക്ക് പങ്കില്ലെന്നാണ് CPM വിശദീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കാസർഗോഡ് കുമ്പള പോലീസ് സ്റ്റേഷന്റെ മേൽക്കൂര അടർന്നു വീണു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പോസ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും ഫർണിച്ചറുകളും തകർന്നു. സ്റ്റേഷന്റെ കാലപ്പഴക്കവും ശക്തമായ മഴയുമാണ് അപകടത്തിന് കാരണമെന്ന് കരുതുന്നു. ഇന്നലെ രാത്രി 8:30 സംഭവം. സ്റ്റേഷനിൽ GD ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെ ഇരിപ്പിടത്തിന് സമീപമാണ് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണത്. പരാതികൾക്കും മറ്റാവശ്യങ്ങൾക്കുമായി എത്തുന്ന കവാടത്തിൽ തന്നെയാണ് അപകടം നടന്നതും. ആർക്കും പരിക്കില്ല. ഡ്യൂട്ടിയിൽ പോലീസുകാർ ഉണ്ടായിരുന്നുവെങ്കിലും ഉദ്യോഗസ്ഥർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. സ്റ്റേഷന്റെ കാലപ്പഴക്കവും ശക്തമായ മഴയുമാണ് അപകടത്തിന് കാരണമായതെന്ന് കരുതുന്നു. പോസ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും ഫർണിച്ചറുകളും തകർന്നിട്ടുണ്ട്. രാത്രി സമയമായതിനാൽ കൂടുതൽ ജീവനക്കാർ ഇല്ലാത്തത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു.
ബൈക്ക് ലോറിയുമായി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കടമ്പൂർ കാടാച്ചിറ റോഡിൽ കടമ്പൂർ ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന നസലാണ് മരിച്ചത്. കണ്ണോത്തുംചാലിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. എടക്കാട് അവൽ തൈക്കത്ത് ഷിഹാബിന്റെയും ചാലാപ്പുറമേത്ത് അഫീദയുടെയും മകനാണ്. 2 സഹോദരങ്ങളുണ്ട്. പലസ്തീൻ ജനതയ്ക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന കടന്നാക്രമണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ, SFI, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്നിവ സംയുക്തമായി പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം MP ഉദ്ഘാടനം ചെയ്തു. നമ്മൾ നേരത്തെയും ഒരുപാട് തവണ പാലസ്തീനു വേണ്ടി മുദ്രാവാക്യം വിളിച്ച് തെരുവിലിറങ്ങിയിട്ടുള്ളവരാണ്, മഹാറാലികൾ നടത്തിയിട്ടുള്ളവരാണ്. ഇപ്പോഴും അത് ചെയ്യുന്നു, ഇനി നാളെയും നമ്മളത് ചെയ്യും. ഇന്ത്യൻ ഇടതുപക്ഷത്തിലൊരൊറ്റ നിലപാടുകളുണ്ട്. ആ നിലപാട് പൊരുതുന്ന പാലസ്തീനൊപ്പമാണ് നമ്മൾ. നമ്മുടെ രാജ്യത്ത് ദീർഘകാലമായി പാരതന്ത്ര്യത്തിൻ്റെ കയ്പ് കുടിച്ചവരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം. നമ്മുടെ പൂർവികർ അങ്ങനെയുള്ളവരായിരുന്നു. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കാൽച്ചുവട്ടിൽ കിടന്ന് നരകിക്കേണ്ടി വന്ന ഒരു ജനതയാണ് ഇന്ത്യ. ബ്രിട്ടൻ എങ്ങനെയാണ് നമ്മൾ അധീശത്വത്തിൽ അടിവെച്ചത്? KS ഹംസ മുഖ്യ പ്രഭാഷണം നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സരിൻ ശശി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MV ജയരാജൻ, N സുകന്യ, PP ദിവ്യ, K അനുശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാനൂരിലെ വിവാദ സ്മാരകം ഉദ്ഘാടനം കഴിഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി ചടങ്ങിനെത്തിയില്ല. ഉദ്ഘാടനം നിർവഹിച്ച് MV ജയരാജൻ. ദിനാചരണത്തോടനുബന്ധിച്ച് ബഹുജന റാലിയടക്കം വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ച് CPM. മ്യൂറൽ ആൻഡ് ക്രിയേറ്റീവ് പെയിന്റിംഗ് എക്സിബിഷനുമായി ചാതുര്യം ഒരുക്കുന്നത് 10ഓളം കലാകാരന്മാരുടെ ക്രിയേറ്റീവ് വർക്കുകൾ. പ്രദർശനം മെയ് 24, 25, 26 തീയതികളിൽ മഹാത്മാ മന്ദിരത്തിൽ. ചാതുര്യത്തിൽ തെളിയുക പുരാണ ഇതിഹാസങ്ങളിലെ ശ്രദ്ധേയമായ മുഹൂർത്തങ്ങൾ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. തീർത്ഥാടകർക്കായി അന്നദാനമൊരുക്കി സേവാഭാരതി. ഇന്നു മുതൽ ജൂൺ 13 വരെ തൊക്കിലങ്ങാടിയിൽ സേവാഭാരതി അന്നം വിളമ്പും. രാത്രിയിലെത്തുന്ന തീർത്ഥാടകർക്ക് ഇത് ഉപകാരപ്രദം. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Thank you.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം 5 നിലകൾ 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ ഹോം അപ്ലയൻസ് ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ 10ഓളം കലാകാരന്മാരുടെ മ്യൂറൽ ചിത്രങ്ങളുടെയും ക്രിയേറ്റീവ് വർക്കുകളുടെയും പ്രദർശനം ചാതുര്യം എന്ന പേരിൽ മെയ് 24, 25, 26 തീയതികളിൽ മഹാത്മാ മന്ദിരത്തിൽ കമ്മ്യൂണിറ്റി ആർട്ട് ഹബിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വെള്ളിയാഴ്ച കേരള ക്ഷേത്രകലാ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവിലത്ത് പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂരിലെ കണ്ണൂർ പല ഭാഗങ്ങളായിട്ട് ഉള്ള കുറച്ച് പേര്, ഒരു 10ഓളം, പല പ്രായത്തിലും അതേപോലെ പല പ്രൊഫഷണലായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന 10ഓളം പേര് ചേർന്ന് നടത്തുന്ന ഒരു മ്യൂറൽ പെയിൻറ്റിങ് എക്സിബിഷനാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പയ്യന്നൂർ വിശ്വകലാ അക്കാദമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ 2018 നമ്മളവിടെ അവിടെ മ്യൂറൽ പരിശീലനത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ 1-2 കൊല്ലം അവിടെ നിന്ന് പരിശീലനം, പിന്നെ നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള വരകളാണ് നടത്തിയത്. ഇപ്പോൾ അവിടെ രഞ്ജിത്ത് അരിയിൽ മാഷാണ് നമ്മുടെ ഗുരുവായിരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളതായ രീതിയിൽ പുരാണ ഇതിഹാസങ്ങൾ അത് പല അതിൻ്റെ സന്ദർഭങ്ങൾ പല രീതിയിൽ നമ്മുടേതായ രീതിയിൽ വരക്കുകയും അതേപോലെ നമ്മുടെ ഈ ആനുകാലികമായിട്ടുള്ള സന്ദർഭങ്ങൾ, അതുപോലെ നമ്മുടെ കണ്ണൂർ ഭാഗത്തുള്ള കലകൾ, നാടൻ കലകളും അതേപോലെ നമ്മുടെ വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഒരു പുതിയൊരു പ്രതലത്തിലേക്ക് നമ്മുടെ വര കൊണ്ടുപോകാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ ചില ക്രിയേറ്റീവ് വർക്കുകളുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പയ്യന്നൂർ വിശ്വകലാ അക്കാദമിയിൽ നിന്നും രഞ്ജിത്ത് അരിയിൽ മാസ്റ്ററുടെ ശിക്ഷണത്തിൽ പഠിച്ചിറങ്ങിയ കലാകാരന്മാരാണ് പുരാണ ഇതിഹാസങ്ങളിലെ ശ്രദ്ധേയമായ മുഹൂർത്തങ്ങൾ ക്യാൻവാസിൽ പുനരുജ്ജീവിപ്പിച്ചിരിക്കുന്നത്. പയ്യന്നൂർ വിശ്വകലാ അക്കാദമി ചെയർമാൻ വി ലക്ഷ്മണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ അജിത പുഞ്ചാൽ, ഷീന TC, വി ചിത്ര, ജയരാജ് തായിനേരി, രതി KV തായിനേരി, നിമ്മി രാജീവൻ പിലാത്തറ തുടങ്ങിയവർ പങ്കെടുത്തു. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരളത്തിന് അകലെ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ബംഗാൾ ഉൾക്കടലിൽ ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റായ റിമാൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. പശ്ചിമബംഗാൾ, ബംഗ്ലാദേശ് തീരത്ത് റിമാൽ തീവ്ര ചുഴലിക്കാറ്റായി ഞായറാഴ്ചയോടെ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വിവിധ ജില്ലകളിൽ അലർട്ടുകൾ പ്രഖ്യാപിച്ച് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് തീവ്രമഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിലുള്ളത്. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ റെഡ് അലേർട്ടാണ് ഉള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം കൂടിയേ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളൂ. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ അലേർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒപ്പം ശക്തമായ കടലേറ്റത്തിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി KSEB. കാറ്റിലും മഴയിലും മരക്കൊമ്പുകൾ പൊട്ടിവീണും മറ്റുമുള്ള അപകടങ്ങൾ സെക്ഷൻ ഓഫീസിലേക്ക് വിളിച്ച് അറിയിക്കണം. പൊട്ടിവീണ കമ്പികളിൽ തൊടരുതെന്നും പരിസര പ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കാൻ പാടില്ലെന്നും KSEB അധികൃതർ അറിയിച്ചു. കാറ്റിലും മഴയിലും വൃക്ഷങ്ങളും വൃക്ഷശിഖരങ്ങളും ലൈനിൽ വീഴുന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം. ഇത്തരം സാഹചര്യങ്ങളിൽ മരക്കൊമ്പ് വീണും മറ്റും വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കാനോ ചാഞ്ഞുകിടക്കാനോ സാധ്യതയുണ്ട്.
പൊട്ടിവീണ ലൈനിൽ മാത്രമല്ല പരിസര പ്രദേശങ്ങളിലും വൈദ്യുത പ്രവാഹം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അടുത്തു പോവുകയോ സ്പർശിക്കുകയോ ചെയ്യരുതെന്നും KSEB മുന്നറിയിപ്പിൽ പറയുന്നു. ഇത്തരം അപകടമോ അപകട സാധ്യതയോ കണ്ടാൽ എത്രയും വേഗം തൊട്ടടുത്ത KSEB സെക്ഷൻ ഓഫീസിലോ 9496010101 എന്ന എമർജൻസി നമ്പറിലോ അറിയിക്കേണ്ടതാണ്. വൈദ്യുതി സംബന്ധമായ പരാതി അറിയിക്കാനും വിവരങ്ങൾ അറിയിക്കാനും സേവനങ്ങൾ നേടാനും 1912 എന്ന ടോൾ ഫ്രീ കസ്റ്റമർ കെയർ നമ്പറിലും വിളിക്കാം. അതുമല്ലെങ്കിൽ വാട്സ്ആപ്പ് സന്ദേശമായി പരാതി അറിയിക്കാവുന്നതാണെന്നും KSEB അറിയിച്ചു. കേരള പ്രവാസി ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഹജ്ജാജികൾക്കുള്ള യാത്രയയപ്പും MK മൊയ്തു ഹാജി അനുസ്മരണവും സംഘടിപ്പിച്ചു. കണ്ണൂർ ബാഖഫി തങ്ങൾ സൗദത്തിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കല്ലായി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പിരിഞ്ഞു പോകുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു തവണ നിർബന്ധമുള്ള യാത്രയാണ് ഹജ്ജ് യാത്ര. അതുകൊണ്ട് തന്നെ ആ യാത്രയ്ക്ക് വലിയ പ്രാധാന്യം. മറ്റേ യാത്രയുടെ ഒരു സൂചനയാണ്. ഒരു പരലോക യാത്ര ഉണ്ടല്ലോ, ഇത് പ്രവാസി ലീഗിന്റെ മീറ്റിംഗാണ് എന്ന് പറഞ്ഞാൽ പ്രവാസത്തിന്റെ പ്രവാഹത്തിലും ലീഗ് സംസ്കാരം ചോർന്നു പോകാത്ത ആദർശശാലികളുടെ മീറ്റിംഗാണ്. പ്രവാസ ലോകത്ത് പോയി തിരിച്ചു വരുമ്പോൾ പലപ്പോഴും അവരാദർശമൊക്കെ മാറിപ്പോകാറ്. നിങ്ങൾക്ക് ആദർശം ചോർന്നു പോയില്ല. എല്ലാ പ്രതികൂല സാഹചര്യത്തിലും ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച ജീവിതമായിരിക്കും പ്രവാസ ജീവിതം. CPV അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ കരീം ചേലേരി മൊയ്തു ഹാജി അനുസ്മരണ പ്രഭാഷണം നടത്തി. KT സഹദുള്ള, UP അബ്ദുറഹ്മാൻ, KC അഹമ്മദ്, KC കുഞ്ഞബ്ദുള്ള ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പഴയങ്ങാടി ചെറുകുന്ന് വെള്ളറിങ്ങിൽ ലോറികൾ കൂട്ടിയിടിച്ച് അപകടം. നാഷണൽ പെർമിറ്റ് ലോറിയും ടാങ്കർ ലോറിയുമാണ് നേർക്കുനേർ കൂട്ടിയിടിച്ചത്. 10 മണിയോടെയായിരുന്നു അപകടം നടന്നത്. ഇടിയുടെ ആഘാതത്തിൽ ടാങ്കർ ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവറെ രാത്രി 11 മണിയോടെയാണ് പുറത്തെടുത്തത്. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഈ റോഡിൽ ആഴ്ചകൾക്ക് മുമ്പാണ് അപകടത്തിൽ 5 ജീവനുകൾ പൊലിഞ്ഞത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാനൂരിലെ വിവാദ സ്മാരകം ഉദ്ഘാടനം കഴിഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി ചടങ്ങിനെത്തിയില്ല. ഉദ്ഘാടനം നിർവഹിച്ച് MV ജയരാജൻ. ദിനാചരണത്തോടനുബന്ധിച്ച് ബഹുജന റാലിയടക്കം വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു CPM. മ്യൂറൽ ആൻഡ് ക്രിയേറ്റീവ് പെയിന്റിംഗ് എക്സിബിഷനുമായി ചാതുര്യം ഒരുക്കുന്നത് 10ഓളം കലാകാരന്മാരുടെ ക്രിയേറ്റീവ് വർക്കുകൾ. പ്രദർശനം മെയ് 24, 25, 26 തീയതികളിൽ മഹാത്മാ മന്ദിരത്തിൽ. ചാതുര്യത്തിൽ തെളിയുക പുരാണ ഇതിഹാസങ്ങളിലെ ശ്രദ്ധേയമായ മുഹൂർത്തങ്ങൾ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. തീർത്ഥാടകർക്കായി അന്നദാനം ഒരുക്കി സേവാഭാരതി. ഇന്നു മുതൽ ജൂൺ 13 വരെ തൊക്കിലങ്ങാടിയിൽ സേവാഭാരതി അന്നം വിളമ്പും. രാത്രിയിലെത്തുന്ന തീർത്ഥാടകർക്ക് ഇത് ഉപകാരപ്രദം. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവ തീർത്ഥാടകർക്കുള്ള അന്നദാനം തൊക്കിലങ്ങാടിയിൽ ആരംഭിച്ചു. സേവാഭാരതി കൂത്തുപറമ്പിന്റെ നേതൃത്വത്തിൽ മെയ് 23 മുതൽ ജൂൺ 13 വരെയാണ് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും അന്നദാനം നൽകുന്നത്. അന്നദാനത്തിന്റെ ഉദ്ഘാടന കർമ്മം മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരി നിർവഹിച്ചു. റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ജ്യോതീന്ദ്രനാഥ് KP അധ്യക്ഷത വഹിച്ചു. PS മോഹനൻ കൊട്ടിയൂർ മുഖ്യപ്രഭാഷണം നടത്തി. NCT രാജഗോപാൽ, ബീന മനോഹരൻ, AP പുരുഷോത്തമൻ, P രവീന്ദ്രൻ, രാജേഷ് ഖന്ന, CK സുരേഷ് എന്നിവർ സംസാരിച്ചു. തൊക്കിലങ്ങാടിയിൽ രൂപീകരിച്ച സത്കർമ്മ കൂട്ടായ്മയാണ് സേവാഭാരതിക്ക് അന്നദാനം നൽകാനുള്ള സ്ഥലവും ഊട്ടുപുരയും വിശ്രമ കേന്ദ്രവും ഒരുക്കി നൽകിയത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇരിട്ടിയിലെ വാഹനാപകടത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതി 28 വർഷത്തിനു ശേഷം പിടിയിൽ. കർണാടക സ്വദേശിയായ ലോറി ഡ്രൈവർ നാഗേഷാണ് അറസ്റ്റിലായത്. 1996-ലായിരുന്നു അപകടം നടന്നത്. കിളിയന്തറയിൽ വെച്ച് നാഷണൽ പെർമിറ്റ് ലോറിയും ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ജീപ്പ് ഡ്രൈവർ സഹദേവൻ മരിച്ചിരുന്നു. ഈ കേസിലെ പ്രതിയാണ് വർഷങ്ങൾക്ക് ശേഷം പോലീസ് പിടിയിലാവുന്നത്. ഇരിട്ടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. അപകടത്തിന് ശേഷം ഒളിവിൽ പോയ ലോറി ഡ്രൈവർ നാഗേഷിനെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ മരിച്ച സഹദേവന്റെ കുടുംബത്തിന് ലഭിക്കേണ്ട ഇൻഷുറൻസ് തുക ലഭിച്ചിരുന്നില്ല. 28 വർഷങ്ങൾക്ക് ശേഷം ഇരിട്ടി CI PK ജിജീഷും സംഘവും ബാംഗ്ലൂരിൽ വെച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പിടിയിലാകുമെന്ന് ഭയപ്പെട്ട് പ്രതി കർണാടകയിലെ വിവിധ സ്ഥലങ്ങളിൽ ടാക്സി ഡ്രൈവറായി ഒഴിവിൽ കഴിയുകയായിരുന്നു. 28 വർഷമായി ഇയാൾ വീട്ടിലും വന്നിരുന്നില്ല. സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജു C മട്ടന്നൂർ, ഷിഹാബുദ്ദീൻ, പ്രവീൺ ഊരത്തൂർ, നിജേഷ് തില്ലങ്കേരി, ഷൌക്കത്ത് അലി എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഓൺലൈൻ തട്ടിപ്പ് വ്യാപകം, ജാഗ്രത പുലർത്തണമെന്ന് സൈബർ പോലീസ്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിൽ ലാഭമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് സാറ്റ്കോ മാർട്ട് എന്ന കമ്പനിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ച യുവാവിന്റെ പണം തട്ടിയെടുത്തു. പുഴാതിയിലെ യുവാവിന്റെ പരാതിയിൽ ടൗൺ പോലീസ് വഞ്ചനാക്കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. പുഴാതി ചൊവ്വ സാധു ബീഡി ഗോഡൌണിന് സമീപത്തായി താമസിക്കുന്ന മെഹർ മൻസിലിൽ മുഹമ്മദ് അദ്നാന്റെ പരാതിയിലാണ് സൈബർ തട്ടിപ്പ് സംഘത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 5-ന് കൂടുതൽ പ്രതിഫലം വാഗ്ദാനം ചെയ്തതിനെ തുടർന്ന് പരാതിക്കാരൻ ബാങ്ക് അക്കൗണ്ട് വഴി 9,80,151 രൂപ നിക്ഷേപിക്കുകയായിരുന്നു. പിന്നീട് ലാഭവിഹിതമോ നിക്ഷേപിച്ച പണമോ തിരികെ നൽകാതെ വഞ്ചിച്ചുവെന്ന പരാതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വൻ മയക്കുമരുന്ന് വേട്ട. 2 വിദ്യാർത്ഥികൾ പിടിയിൽ. തളിപ്പറമ്പ് സ്വദേശികളായ അൽത്താഫ്, ഷമ്മാസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നും 9.20 ഗ്രാം MDMAയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർ കണ്ണൂരിൽ നിന്നും മൈസൂരിലേക്ക് യാത്ര ചെയ്യവെയാണ് വാഹന പരിശോധനയ്ക്കിടയിൽ പിടിയിലാവുന്നത്. കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. മൈസൂരിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന കർണാടക ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന 2 യുവാക്കളിൽ നിന്നും 9.2 ഗ്രാം MDMAയാണ് പിടികൂടിയത്. തളിപ്പറമ്പ് സ്വദേശികളായ അൽത്താഫ്, ഷമ്മാസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നും 9.2 ഗ്രാം MDMAയും കസ്റ്റഡിയിലെടുത്തു. പാർട്ടിയിൽ റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർമാരായ നിസാർ O, അഷ്റഫ് മലപ്പട്ടം, രത്നാകരൻ K, ഷാജി KK, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ പൃഥ്വി കുമാർ, ഹരികൃഷ്ണൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മജിദ് KA, കലേഷ് M, ഡ്രൈവർ ജുനീഷ് കുമാർ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. പോച്ചപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ജസ്റ്റിസ് KS ഹെഡ്ഗെ ചാരിറ്റബിൾ ഹോസ്പിറ്റൽ മംഗലാപുരവുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
കണ്ണൂർ പടന്നപ്പാലം ട്രസ്റ്റിന്റെ സെന്ററിൽ വെച്ച് ഓർത്തോ ENT വിഭാഗങ്ങളിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 29-നാണ് ക്യാമ്പ്. 10-14 കൊല്ലമായി വിവിധ ക്യാമ്പുകളും ഡെന്റൽ ക്യാമ്പുകളും നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് സ്കൂളുകൾ കിട്ടാണ്ടായി, അതേപോലെ കോളേജ് ഓഫ് കോമേഴ്സിൽ കൂടുതൽ വർക്കും കാര്യങ്ങളൊക്കെ അതും കിട്ടാണ്ടായി. അപ്പോൾ നമ്മൾ സ്വന്തമായ ഒരു കെട്ടിടം പടന്നപ്പാലം വെച്ച് നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ തുടർന്നും ജനങ്ങൾക്ക് വേണ്ടുന്ന വിവിധതര ക്യാമ്പുകൾ സൗജന്യമായിട്ട് നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ ജസ്റ്റിസ് KS ഹെഗ്ഡെ ഹോസ്പിറ്റൽ മംഗലാപുരവുമായിട്ടാണ് മുമ്പേ നടന്നത്. അത് തന്നെയാണ് ഇപ്പോൾ തുടർന്ന് ചെയ്യുന്നത്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD, അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. ക്യാമ്പ് പൂർണ്ണമായും സൗജന്യമാണ്. നമ്മുടെ മെയിൻ ലക്ഷ്യം അത്യാധുനിക സൗകര്യങ്ങൾ സൗജന്യമായിട്ട് രോഗികൾക്ക് എത്തിക്കുക എന്നത് മാത്രമാണ്. അപ്പം നാളെ അതിന് ഫോളോ അപ്പിനെ നമ്മളങ്ങോട്ട് വിളിക്കുന്ന യാതൊരു പ്രശ്നമില്ല. കാരണം ക്യാമ്പുകൾ വന്നാൽ അധികം കൂടുതൽ നമ്മൾ കൂടുതൽ പേഷ്യൻ്റ് കിട്ടും. അതിന് നമുക്ക് ഉദ്ദേശമില്ല. ഇവിടുന്ന് തന്നെ ഞങ്ങൾ മരുന്ന് എഴുതി കൊടുത്ത് ഇവിടുന്ന് തന്നെ മരുന്ന് കഴിച്ച് 1 മാസം കഴിഞ്ഞ് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ അതേ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് കാണിക്കാം. ആ ഒരു അവസരമാണ്. പിന്നെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ലാബും എക്സ്റേ സ്കാനിങ് എല്ലാം സൗജന്യം, പക്ഷേ അതിൻ്റെ പേപ്പർ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ ചില ലാബുകളായിട്ട് ടൈപ്പ് ചെയ്ത് ഏറ്റവും കുറഞ്ഞിട്ട് രോഗികൾ കൊടുക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മെയ് 29-ന് ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ 12:30 വരെയാണ് ക്യാമ്പ്. ചടങ്ങിൽ ജസ്റ്റിസ് KS ഹെഗ്ഡെ ഹോസ്പിറ്റലിന്റെ കണ്ണൂർ സെന്റർ ഉദ്ഘാടനവും ക്ഷേമ ഹെൽത്ത് കാർഡ് ഇൻഷുറൻസിൽ ചേരുവാൻ സൗകര്യവും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9447283039 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ഉമേഷ് പോച്ചപ്പൻ, സാൽമ പ്രദീപ്, ലക്ഷ്മണ അർജുൻ, ജെയ്സൺ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലവയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6730 രൂപ, പവന് 53,840 രൂപ, വെള്ളി 97 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാനൂരിലെ വിവാദ സ്മാരകം ഉദ്ഘാടനം കഴിഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി ചടങ്ങിനെത്തിയില്ല. ഉദ്ഘാടനം നിർവഹിച്ച് MV ജയരാജൻ. ദിനാചരണത്തോടനുബന്ധിച്ച് ബഹുജന റാലിയടക്കം വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ച് CPM. മ്യൂറൽ ആൻഡ് ക്രിയേറ്റീവ് പെയിന്റിംഗ് എക്സിബിഷനുമായി ചാതുര്യം ഒരുക്കുന്നത് 10ഓളം കലാകാരന്മാരുടെ ക്രിയേറ്റീവ് വർക്കുകൾ. പ്രദർശനം മെയ് 24, 25, 26 തീയതികളിൽ മഹാത്മാ മന്ദിരത്തിൽ. ചാതുര്യത്തിൽ തെളിയുക പുരാണ ഇതിഹാസങ്ങളിലെ ശ്രദ്ധേയമായ മുഹൂർത്തങ്ങൾ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. തീർത്ഥാടകർക്കായി അന്നദാനമൊരുക്കി സേവാഭാരതി. ഇന്നു മുതൽ ജൂൺ 13 വരെ തൊക്കിലങ്ങാടിയിൽ സേവാഭാരതി അന്നം വിളമ്പും. രാത്രിയിലെത്തുന്ന തീർത്ഥാടകർക്ക് ഇത് ഉപകാരപ്രദം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.